So we welcoming Simon, aka Sumat. Simon, welcome back to KVA. AKA പറയാൻ പറ്റില്ല. ഹലോ. ഹലോ. സൈമൺ കേൾക്കുന്നുണ്ടോ? സൈമൺ എനിക്ക് ഭവാനിയെ കുറച്ചുകൂടി എടാ ഓക്കെ സൈമൺ സംസാരിക്കട്ടെ. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇതെന്റെ ആദ്യത്തെ ഗ്യാങ് ആണ്. ഗ്യാങ് ആർപി ഒന്നും കളിച്ചിട്ടില്ല. ഗ്യാങ്ങിലോട്ട് സെലക്ട് ചെയ്തതിന് താങ്ക് യു. ഓക്കെ, അപ്പോ സൈമൺ ആരായിട്ട് വരും? ലൈക്ക് ആരെങ്കിലും ഇവിടെ കേവില് മുന്നേ ആരെങ്കിലും പരിചയമുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുമില്ല, പക്ഷെ നിങ്ങളുടെ ഇവിടുത്തെ ഏതൊരു സ്ത്രീയുടെ അവയവം എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതാരായിരുന്നു? നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഏതോ ഒരു സ്ത്രീയെ പേര് ഞാൻ മറന്നു. ആ സ്ത്രീ എന്തോ ആക്സിഡന്റ് ആയപ്പോ ആ സ്ത്രീയുടെ ഹൃദയം എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നു. സോ സൈമൺ, ഇനി ഇത് കുറെ പേർക്ക് സംശയം ഉണ്ടാവും. കാരണം ഇടക്ക് ഇതേപോലെ ചില ആളുകൾ വന്നിട്ട് ചുമ്മാ അങ്ങനെ പ്രാങ്ക് ആക്കിയിട്ട് പോവാറുണ്ട്. അപ്പൊ ഇത് പ്രാങ്ക് വല്ലതാണോ? ഇത് പ്രാങ്ക് അല്ല. ഇത് ഒരുപാട് സുമതി അമ്മായി സൈമൺ ടു KVA. ചേട്ടൻ ഞാനതാ പറയണം വന്നു. പക്ഷെ അത് മൂലമാണ് ഞാൻ ശരിക്കും വന്നത്. അത്രേ ഉള്ളൂ. അതായത് KVAയിൽ നമുക്ക് ഇതേപോലെ നമുക്ക് കുറെ ഡൗൺ സ്റ്റേജിൽ അല്ലെങ്കിൽ കുറെ പ്ലേയേഴ്സ് നമ്മളെ വിട്ടുപോയി, നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരിൽ ഒരാളായിട്ട് സൈമൺ ഇനി കാണും, നമ്മുടെ KVA മെമ്പറായിട്ട്. പക്ഷെ സൈമൺ പറഞ്ഞിരുന്നു, അതായത് ലേറ്റ് നൈറ്റ് സൈമണ് അധികം പറ്റുണ്ടാവില്ല. അതായത് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലേറ്റ് നൈറ്റ് ഉണ്ടാവില്ല. ഒരു 12:30-1 മണി വരെയൊക്കെ മാക്സിമം കാണുള്ളൂ. സോ എല്ലാ സിറ്റുവേഷനുകളും വാറിലും ഇൻക്ലൂഡ് ആവുണ്ടാവില്ല. പക്ഷേ ഒരു സിറ്റുവേഷൻ വന്നാലോ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ സേവിക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് സിറ്റിയിൽ മുന്നിൽ സൈമൺ ഉണ്ടാവും. അമ്മയുടെ ഹൃദയവും അമ്മയുടെ മുടിയുമായി സൈമണിന് ഇവിടെ കാണും. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ എന്ത് വിളിക്കണം? സൈമൺ അമ്മാവനെന്ന് വിളിക്കണോ? അതോ വേണ്ട സൈമൺ അമ്മാവൻ അത് അമ്മായിയുടെ റിക്വസ്റ്റ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ മതി എന്നുള്ളത്. സുമതിയമ്മായി വേണ്ട, അമ്മായിയുടെ റിക്വസ്റ്റ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ മതി എന്നുള്ളത്. സംഭവം അമ്മായിയുടെ പേഴ്സണൽ റീസൺസ് കാരണം. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മള് കുറെ ദിവസമായിട്ട് നിങ്ങൾ ചാറ്റിൽ പറയുന്ന പോലെ തന്നെ ഞാനെനിക്ക് ഇന്നലെ ക്യൂബന്റെ ഇട്ടുണ്ടാവില്ല. ക്യൂബന്റെ കൂടെ കൂട്ടിയിടാം. ഞാൻ സൈമൺ AK ഇട്ടിട്ടെ. ഞാൻ പറഞ്ഞുതരാം. ഇവരെത്തിണ്ടായിരുന്നു. MG ഒക്കെ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വേണമെങ്കിൽ ഒന്നുകൂടെ ഇടാം. കാണാത്തൊരു അല്ല, ഈ സൈമന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മായി നിട്ടാലും മതി. എന്നാലും ഇട്ടോ. ഓക്കെ, അമ്മായി നിട്ടാ മതിയോ? ഓക്കെ. അമ്മായിടാ. അത്ര ഉള്ളു. വെൽക്കം ബാക്ക്. ഹലോ കാലോട്ട് ഇങ്ങോട്ട് തന്നെ. ഇവിടെ ഒരു സംഭവം ചെയ്യാം. അത് ഇട്ടിട്ട് ഒന്ന് പറഞ്ഞ കാര്യമുണ്ട്. നീ ഒറ്റയ്ക്ക് കാര്യം ചെയ്തിട്ട് വാ. അല്ല അത് കാലോട്ടം വേണം. അതുകൊണ്ടാ സുമതിയമ്മായി തന്നെ ഇട്ടെ. എന്നിട്ട് ബ്രാക്കറ്റില് സൈമൺ ഇട്ട ബ്രാക്കറ്റിൽ. പക്ഷെ സുമതി അമ്മായി അമ്മായി ഇട്ടാ മതി. സൈമൺ ബ്രാക്കറ്റിൽ അമ്മായി തള്ളാന്നിട്ടാ മതിയോ? നിങ്ങളെ കാട്ടി പറയാൻ കുറവാ റംസറോ. അതൊരു മോഹമായിരുന്നു. അമ്മായി, റിവഞ്ച്, മൊയിൽജോഡ്, ക്യൂബൻ, കൊർട്ടി അല്ലേ?
ഡ്രാഗൺ കൂടെ അടയ്ക്കും. ആ ഡ്രാഗൺ വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് കിട്ടാ മതി. ഡ്രാഗൺ സംസാരിച്ചായിരുന്നോ മൊബൈലുമായിട്ട്? ആര്? ഡ്രാഗൺ ആ ഡ്രാഗൺ ഒരാഴ്ചനുള്ളിൽ ആക്റ്റീവ് ആവുള്ളൂ, ശനിയാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അവന്റെ വർക്ക് ടൈം വെൽക്കം. ഫീലുണ്ട്, റിലോഡ് ആവുന്നില്ല നോക്ക്. എനിക്കിങ്ങനെ നിക്കുവല്ലേ. ഓക്കെ ഇപ്പം ഒരു ഐശ്വര്യമായിട്ട് 7 ദിവസത്തെ ഓക്കെ. കാലോടെ ഇങ്ങോട്ട് അത്ര കണ്ടോട്ടടാ അതൊന്നും ഇട്ടത്. അപ്പൊ തന്നെ വെൽക്കടല്ലേ. എടാ റെഡിയില് അതെ ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് ഒരാളും കൂടി ഉണ്ട് ഇപ്പം. ഒരാളും കൂടി ഉണ്ട്. അതാര്? അടുത്ത സർപ്രൈസ് ഒരാളും കൂടി ഉണ്ട്. എനിക്കിപ്പോ കിട്ടിയ ഇൻഫർമേഷൻ അത് പറയാൻ പറഞ്ഞു. അതെ ഇപ്പൊ വരും ഒരാൾ. ആണോ? ഓക്കെ ഓക്കെ. ഒരാൾക്ക് അപ്ലിക്കേഷൻ എടുത്ത് വേറെ ആളാ കേൾക്കുന്നത്. ഗുരുത്തം കെട്ടവന്റെ അതും ഇന്ന് തന്നെയാണോ? ലിയോ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞേ. അമ്മായി അത് ഇന്ന് തന്നെയാണോ സംസാരിച്ചു? ലിയോ എന്താ പറഞ്ഞു? ഹലോ നീ ഏതാ കൊണ്ടുവരുവാന്ന് പറയുന്നു. അതാ ഞാൻ നമ്മളറിയാത്തര. അവൻ ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല, പെട്ടെന്ന് ഡയറക്റ്റ് നോക്കട്ടെ, അവൻ വരട്ടെ. ഞാൻ തന്നെ റീവെൽക്കം ചെയ്യണം. അതെ അവനെ തന്നെ അമ്മ വരാൻ പോകുന്നുള്ളത് അച്ഛൻ വരാൻ. ഇപ്പൊ ഒരാളും കൂടി അതെ അതെ. ഫ്രണ്ട് ബാക്കുന്ന എടാ എല്ലാരും കൂടി റെഡി നിക്കണേ. അമ്മ വരാൻ പോകുന്നു. അമ്മ വരാൻ പോണു. ഇത് ഒരുമാതിരി മറ്റത് കൽക്കീലത്തെ ഡയലോഗ് പോലെ അല്ല കൽക്കീല് കണക്ട് റെഡിയാണോ? അവിടെയാണോ? ഓക്കെ ജോണി ഓക്കെ. ഇവിടെ തന്നെയാണോ ഇത്? എടാ ഒരു മിനിറ്റ്. ഓക്കെ ഇട്ടുകൊണ്ട് വരുന്നുള്ളൂ. ഡ്രസ് ചെയ്യുന്ന സാധനം എടുത്തിട്ടോ. എന്താ ഗ്യാങ് ഡ്രസ് എടാ നീ എവിടെ പോതാ? ആളുടെ പേര് സിമിയോൺ സാമുസുങ്. ഓക്കെ സിമിയോൺ സാമുസുങ് ആണ് പേര്. ഓക്കെ ഞാൻ പറയുമ്പോ പറയണേ. ഞാൻ അറിയാത്ത റിക്രൂട്ട്. എടാ ഒരാള് സംസാരിക്കടാ. ഒരാള് PP ഹോൾഡല്ലടാ. PP ഹോൾഡല്ല മറ്റില്ല. സോ എടാ കേക്കല്ലേ? ഓക്കെ സോ വി വെൽക്കം സിമിയോൺ സാമുൻസുൻ ടു KVA. അതാരാ തിരിക്കും പറഞ്ഞോളൂ. അവൻ പറയാൻ പറഞ്ഞത് ആരാത് ഇപ്പൊ വരുമ്പോ അറിയാം. ഉരുത്ത കെട്ടവന്റെ ഒക്കെ. ഹലോ 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 ഇത് ഉടായ്പാണ്. സിമിയോൺ സാമുൻസുൻ. ഇതാ സൈമണിന്റെ ചേട്ടൻ. എന്റെ അച്ഛനാണ് സൈമൺ മോനാണ്. സൈമന്റെ മോൻ സൈമൺ. എനിക്ക് വേണമെന്നില്ല. ഉടായ്പാണ്. ഇത് കമ്പറ്റി അറിഞ്ഞിട്ടല്ല. കമ്പറ്റി അറിഞ്ഞല്ല. ആരാതൊക്കെ ചോദിക്കുന്നേ? മോന്റെ ഫേസ് കണ്ടിട്ട് വേറെ ആരെയും അച്ഛൻ തോന്നുന്നു. അതെന്താ അച്ഛനെന്തൊരു സംസാരിക്കുന്നേ? എന്റെ അമ്മയുടെ
അച്ഛനോടാണ് നമ്മളെ ചോദിക്കുന്നത് അമ്മേനെ കണ്ടോ. അച്ഛാ എന്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ ലാസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ കാണിച്ചിട്ട് അച്ഛാ മരിച്ചത്. Last അന്നാണ് ഞാൻ ആരും എനിക്കൊരു തന്ത ഉണ്ടെന്ന് മനസ്സിലാക്കി അറിയാമോ അച്ഛാ? അതുപോലെ ഞാനൊരു തന്തയില്ലാത്തവരാ കരുതിയിരുന്നത് അച്ഛാ. തന്ത അധിക ശബ്ദത്തിൽ പറയണ്ട. അത് കോമഡിയാന്ന് വെച്ചാ വലിച്ചെറിയരുത് അച്ഛാ. ഇതേപോലെ എത്ര മക്കളുണ്ട് സൈബൺ? എനിക്ക് മക്കളൊന്നുമില്ല. ഇത് ഇങ്ങനെ വന്നു നമുക്ക് പോലും അറിയത്തില്ല ഇത് എന്താണ്. പുള്ളിയുടെ ഒരു കമ്പനി പറ്റിച്ചതാണ് ഞാൻ അറിഞ്ഞത്. അതിന് പി എൽ സിറ്റുവേഷൻ ഓൾഡല്ലേ, മാറിയില്ലല്ലോ. ഇവൻ എന്തിനു കേറിയിട്ടോണ്ടിരിക്കുന്നത്? അമ്മ എന്നോട് ഒരുപാട് വട്ടം ഞാൻ കട്ട് സംസാരിച്ചു, ട്യൂബ്ലൈറ്റോട് സംസാരിച്ച്. അപ്പൊ പറഞ്ഞ പേര് പറയാൻ പഠിക്കാന്ന് പറഞ്ഞു. ട്യൂബ്ലൈറ്റ് ഉണ്ടെന്ന് അതിനകത്ത് എല്ലാരും ഉണ്ട്. ഈ കണ്ടി എടാ അതിന് പി വി പി ഹോൾഡ് അല്ലേ, പിന്നെ എങ്ങനെ അടിക്കാൻ പി എൽ പറഞ്ഞാലോ? അതാ പറഞ്ഞ മൊബൈൽ ഒക്കെ ശരിയായിട്ട് അടിക്കാം. ഹോൾഡ് കണക്ട് എടുക്കണം. സംസാരിച്ച് ബോംബെ പശ എനിക്ക് തോന്നിയത് സൈമന്റെ മോൻ സിമിയോൺ ഈ പേരാണ് ഈ പേരിട്ടത് അവരച്ഛൻ അല്ലാണ്ടാര് സാംസുങ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബ പേരായിരുന്നു. എന്റെ അച്ഛൻ പേരാണല്ലേ? ഓ, അങ്ങനെയാണ് അമ്മ എനിക്ക് സാംസുങ് എന്ന്. അപ്പൊ ഈ വഴി എങ്ങനെ കണ്ടുപിടിച്ചു ഇവിടെയാണെന്ന് അങ്ങനെ അറിഞ്ഞു? എന്റെ അച്ഛനെ പറ്റുന്ന വെച്ചാ അച്ഛൻ തൊഴിലാസം പറയരുത് വെച്ചാ. അച്ഛന് എനിക്ക് തോന്നുന്നു ഇത്രയും കാലം ഒരു മോനുള്ളതെന്നുള്ളൊരു കാര്യം അറിയാത്തോണ്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ മൂത്രമൊഴിക്കാനും വേറെ പരിപാടിക്കും അല്ലാണ്ട് ഞാൻ സാമാൻ എടുക്കാറില്ല. മനസ്സിലായോ? സാമ്യൂൻ, ഞങ്ങള് സൈമൺ ചേട്ടനെ എങ്ങനെ വിളിക്കണം എന്നാണ്? അല്ലെങ്കിൽ പലർക്കും പല പേരുകൾ പറയും. സൈമൺ മാമൻ, സൈമൺ ചേട്ടനെ, അതോ എന്ത് വിളിക്കണം? ചേട്ടൻ എന്താ വിളിക്കാറുള്ളത്? സാംസങ് എന്താ വിളിക്കാറുള്ളത്? സൈമൺ സാംസങ് എന്നാണ് അച്ഛന്റെ പേര്. സൈമൺ ഞങ്ങള് ഞാൻ ശരിക്കും അച്ഛനെ ഷോർട്ടായിട്ട് സിസാന്ന് വിളിക്കാറ്. സിസ്. അതായത് സംഭവം ഞാൻ പണ്ട് ചൈനയിലായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് പോക്കറ്റ് അടിയായിരുന്നു ജോലി. അപ്പൊ ഞാൻ സാംസങ് ഫോൺ അടിക്കുന്നത് പേരാണ്. അച്ഛൻ നല്ലൊരു വാക്ക് പറഞ്ഞില്ല അച്ഛാ നാട്ടിലോട്ട് വരുന്നത്. ഞാനൊക്കെ വല്ലവരും പറഞ്ഞറിയണോ? ജോലിപ്പം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതൊന്നും അറിയത്തില്ല അച്ഛൻ. അച്ഛന്റെ ഫുൾ പേര് പറഞ്ഞു. കേട്ടില്ല. സിസ സൈമണ്ട് 1934 ആ റോൾ ഇടാൻ നിൽക്കണ്ട. റോളൊക്കെ ഓൾറെഡി ഉണ്ട്. കോഹ്ലിയുടെ റോളൊക്കെ ഓൾറെഡി ഇരിപ്പുണ്ട്. സാംസങ് പ്രൊമോഷൻ ഇതിപ്പോ എടുത്ത് പൊട്ടി വളച്ച്. ഇതെന്റെ ഫ്രണ്ട് ജോണി. ഇവനെ ആയിരുന്നു ഞാൻ സിറ്റിയിൽ വന്നപ്പോ ആദ്യമായിട്ട് കണ്ടത്. ഓ ആണോ? കത്തില്ല. റേഡിയോ എത്രയല്ല നിങ്ങൾ ചെയ്യുന്നത്? ഹലോ ഇവിടെ ഗ്യാങ് ഹൗസിലുണ്ട്. വരുന്നോ? അങ്ങോ ഇവിടെ ഒന്ന് കാണാം. അങ്ങോ. ഹലോ കണ്ണാപ്പി. അമ്മ പക്ഷെ അമ്മ ഒരു പ്രശ്നം പറ്റി. അമ്മക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടേ അമ്മ ഒന്ന് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഇതായി. അപ്പൊ അമ്മക്ക് ഹൃദയവും തലച്ചോറും എല്ലാം വേറൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുടെ മനസ്സും ശരീരമൊക്കെ ആയിട്ടുള്ള ഒരാളാണ് ഇവിടെ ഇപ്പൊ ഉള്ളത്. ഓർമ്മകളും അമ്മയുടെ ഓർമ്മകളും എല്ലാമായിട്ട്. കറുത്ത ടീഷർട്ട്. വൈറ്റ് ഹെയർ ഹലോ
നമസ്കാരം നമസ്കാരം നമ്മുടെ അമ്മയുടെ അതേ ശബ്ദമാണ് മോനെ. എടാ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ് അപ്പൊ സബ്ജക്ട് ഉണ്ടാവല്ലേ? ട്രാൻസ്പ്ലാന്റ് അല്ല ഇത്. ട്രാൻസ്പ്ലാന്റ് ഹൃദയം വെച്ചപ്പോ ശബ്ദമൊക്കെ വന്നു അതിലപ്പോ. പേരെന്താണ് കാർല ഇപ്പൊ പേരെന്താണ്? സൈമൺ സാംസങ്. സൈമൺ സാംസൺ. കാരണം എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പ്ലീസ് എനിക്ക് ഒറ്റ accept ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വെള്ളം എനിക്ക് ബോഡിയൊക്കെ തളരുന്നു വെള്ളം അയ്യോ അല്ല നമ്മള് അത് ജീവിതം അങ്ങനെയാണ് ബോബെ. നമ്മള് ജീവിതത്തിലെ പല സാഹചര്യങ്ങളോട് നമ്മൾ കടന്നു പോകും. നമ്മള് പ്രതീക്ഷിക്കാത്ത പലതും നമുക്ക് സംഭവിക്കും. നമ്മളെ സൗണ്ട് കേട്ട് വരുന്ന പുള്ളിക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. മനസ്സിലായിട്ട് പോലും ഇല്ല കേട്ടോ. പാട്ട് പാടിക്കോട്ടെ ചിലപ്പോ പാട്ടിലൂടെ എന്തെങ്കിലും ഓർമ്മകൾ വന്നാലോ. കാരണം പിന്നെ പണ്ടത്തെ പോലെ അരോചകമായിട്ട് സംസാരിച്ചോളാം. ചിലപ്പോ അത് സൈമന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല അച്ഛനെ വരൂ. സൈമന്റെ മോൻ. ഇത് സൈമന്റെ മോനാണ്. ഒപ്പം സൈമന്റെ മോനും ഒപ്പം വേറെന്താ ഇത് സിബി അല്ലേ? അമ്മമാരോട് സംസാരിച്ചേ ആദ്യം അവന്മാരെ സംസാരിച്ചെടുത്തിട്ട് അവന്മാരെ പിങ്ങും പിയും സ്റ്റേബിൾ ആകാൻ പഠിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളത്തേക്കാണ് നമുക്ക് പറ്റത്തില്ല, നാളെ നമുക്ക് വേറെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ അടിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അത്രേ അവൻ ആരും ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതെ സാംസങ് സംസാരിക്കുന്നു. നിന്റെ അമ്മയോടാ നമ്മളാ ഒരു 4 ദിവസത്തിന് ശേഷം അമ്മയെ കണ്ടപ്പോൾ ഒരു മാറ്റം കണ്ടോടാ. ഞാൻ കണ്ണന്റെ ഫ്രണ്ടാണ്. എന്റെ അമ്മ എന്തോ ഇത് വേറെ ഇപ്പൊ സൈമൺ ഇതല്ല ആളുതല്ല. വെറുതെ അമ്മ മരിച്ചു. കൊന്നു കാർലോ കൊന്നു. ഞാൻ കൊന്നല്ല. നമ്മളെ ഒരുപാട് അലഞ്ഞ് തിരഞ്ഞ് ഒരുപാട്. പക്ഷെ അവസാനം എങ്ങനെ സഹിക്കും? അപ്പാപ്പനോട് പറഞ്ഞിട്ടില്ല ഈ സംഭവം. എടാ കൊല്ലോടന് മുന്നേ ഇവന്മാരെ തന്ത ആരാന്നെങ്കിലും പറഞ്ഞായിരുന്നോ പുള്ളിക്കാരത്തി? നമ്മള് അവിടെ വളർത്തം വേണേ. കണ്ട ഒരാളാണ് അമ്മ പോലെ കണ്ട ഒരാളാണ്. അല്ല ഇനിയിപ്പോ അച്ഛനെ പോലെ കണ്ടോളൂ. അച്ഛനെ പോലെ ഇനി കാറിലോ കണ്ടോടാ? എന്നല്ല സൈബടെ അമ്മയുടെ അമ്മായിരെ തട്ട് താഴ്ന്നില്ല എനിക്ക് കാരണം അമ്മയുടെ തട്ട് താഴ്ന്നില്ല എനിക്ക്. അമ്മായി ഇനി ഇല്ലാന്നാണ് കേട്ട. പ്ലീസ് അതൊക്കെ വരും ഇടയ്ക്ക് വരും. അതെ അവൻ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? ജപ്പാനിലാണ് എത്തില്ല സൈമൺ. സൈമൺ ബ്രോ ഒന്ന് സംസാരിക്കാവോ? കാരണം നമ്മുടെ അമ്മയുടെ സൗണ്ട് ഒന്ന് സംസാരിക്കാവോ? ശബ്ദത്തിൽ തെറിയെന്തെങ്കിലും വിളിക്കാവോ? കണ്ണാട തെറിയെന്തെങ്കിലും വിളിക്കാവോ? അല്ല അതല്ല കാരണം പ്ലീസ് അങ്ങനെയല്ലയാ നമ്മളെ കന്നെ ഇത് വിളിക്കാറുടാ. വിളിക്കാറുടാ. എങ്ങനെ പുള്ളിക്കാരത്തിന്റെ ശബ്ദം എങ്ങനെയായിരുന്നു? ഇത് തന്നെ ഇച്ചിരി അമ്മമാരുടെ ശബ്ദത്തിലാക്കിയാൽ. ഇതിന് ഇച്ചിരി അമ്മമാരുടെ സൗണ്ട് ആക്കിയാൽ മതി. കണ്ണടച്ച് കേട്ടടാ കണ്ണടച്ച് കേട്ടടാ കേട്ടോ ഒന്ന് സംസാരിക്കാൻ വിളിച്ചേ. ലാസ്റ്റ് ഈ ഡയലോഗാണ് വിളിച്ചത്. ലാസ്റ്റ് നിന്നെ വിളിച്ചത് വേറെ അതെനിക്ക് ഓർമ്മ. ലാസ്റ്റ് നിന്നെ വിളിച്ചതല്ല എനിക്ക് ഓർമ്മ. അയ്യോ അത് വേറെ നമ്മുടെ ഫാമിലി സംസാരിക്കുമ്പോ മക്കള് സംസാരിക്കുമ്പോ അമ്മ ഇടയ്ക്ക് സിനിമയിൽ അഭിനയിച്ചത്.
അതൊക്കെ AI ആണ്. കണ്ണൂര് കണ്ണൂര് സ്ലാങ്ങുള്ള സൗണ്ട് அம்மாக்கு வயிறு வேதனை அதான் எனக்கு நான் ரொம்ப டென்ஷனா இருக்கேன் ശബ്ദം. ഹോസ്പിറ്റലിൽ പോടാ ஹாஸ்பிடல்ல தான் இருக்குன்னு நினைக்கிறேன் அம்மா எവിടെன்னு தெரியல സൗമ്യമായി ഭയങ്കര സംഭവമാണ്. ഇത്ര ഇത് இல்ல ഫാൻസ് எവിടെ போய் അറിയില്ല അതെ അതെ സുമതിയമ്മേനെയാണ് എല്ലാവർക്കും വേണ്ടത്. നിങ്ങൾക്ക് അധ്യായത്തിലോട്ട് തിരിച്ചു പോകാൻ എനിക്ക് സത്യം അല്ലേ, അമ്മായി എന്നുള്ള പേര് വന്നപ്പോ തന്നെ അവിടെ സിറ്റി ഒരു ആ സിറ്റി ഒരു സമയത്ത് ഒരു ആ പേരൊരു ഭൂകമ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അതായത് ഞാനൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ പറയാം. അതായത് ഇപ്പൊ പഴയ സിറ്റി അല്ല ഇപ്പോഴത്തെ സിറ്റി. ഇപ്പോഴത്തെ സിറ്റി പോയോ? കേക്കട്ടെ. ഇവരുണ്ടായിരുന്നു. അതായത് എന്താ പറയാ, ഈ ഗ്യാങ് ആയിട്ട് കളിക്കുമ്പോ ആ ഒരു ക്യാരക്ടറിൽ വന്നു കഴിഞ്ഞാൽ പഴയ പോലെ വർക്കൗട്ട് ആകത്തില്ല, മനസ്സിലായോ? പക്ഷെ ആ ക്യാരക്ടർ വരാതിരിക്കാത്തൊന്നുമില്ല, അത് വരാൻ നമുക്ക് ആവശ്യത്തിന് കൊണ്ടുവരാം. പക്ഷെ ഗ്യാങ്ങിൽ കളിക്കുമ്പോൾ എന്റെ ഒരു അഭിപ്രായത്തില് ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഒരുപാട് ഇരട്ടപ്പേരുകൾ ഒഴിവായി കിട്ടും. നീ പോയില്ലേ ഇതുവരെ മോട്ടെ? ഞാൻ അവിടെ ഇവരോട് സംസാരിക്കുകയായിരുന്നു. ആണോ? നമ്മളിത് കേട്ടോളൂ. എന്താ എന്നെ പറഞ്ഞു വിടുന്ന എന്തോ എല്ലാരും. അല്ല, അത് നമ്മള് ഇപ്പൊ കഴിവുള്ള ആൾക്കാരെ മാത്രമാണ് ഇപ്പൊ സ്ലോട്ടിൽ എടുക്കുന്നുള്ളൂ ഗ്യാങ്ങില്. ജോണി, ഞാനുള്ളിടത്ത് ജോണി എങ്ങനെയെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം എന്റെ ആഗ്രഹം. ജോണിക്ക് ഭയങ്കര ആക്ച്വലി സത്യം പറയാലോ, ഞാന് ഇവിടെ വന്നപ്പോ എനിക്ക് കൂട്ടില്ലാത്തോണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുവന്നു. എന്നിട്ട് അവ ഇങ്ങനെ ഇവിടെ കയറി. പറയുന്ന മുട്ട നൻപനെ നമ്പിനെ പണ്ട് നീ അങ്ങനെയല്ല, മീൻ പിടിക്കാൻ പോയപ്പോ നീ ഒറ്റക്കായി. ലൈഫ് അങ്ങനെ കുഴപ്പമില്ല, നന്നായി മതി. നമ്മള് കഷ്ടപ്പെട്ട മീൻ പിടിക്കുമ്പോ അടിയിൽ കൂടെ വന്നേ അടിച്ചോണ്ട് പോകുന്നവരെ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? സത്യം എന്നിട്ട് അപ്പുറത്തെ ബോട്ടിലിരുന്ന് പ്രാഗ് ആയിരുന്നു. സാരല്ല മുട്ടെ, എല്ലാവർക്കും അവരുടേതായ സമയങ്ങളുണ്ട്. അത്ര ഉള്ള ആള് ചേട്ടാ.